അറിയാനുള്ളത്. ദീർഘനാളത്തെ അവധിക്കാലത്തിന് ശേഷം വീണ്ടും നിങ്ങൾ സ്കൂളിലേക്ക് എത്തുകയാണ്. ദീർഘനാളത്തെ അവധിക്കാലത്തിന് ശേഷം വീണ്ടും നിങ്ങൾ സ്കൂളിലേക്ക് എത്തുകയാണ്. പുതുതായി അവധിക്കാലത്തിന് ശേഷം വീണ്ടും നിങ്ങൾ സ്കൂളിലേക്ക് എത്തുകയാണ്. പുതുതായി സ്കൂളിലെത്തുന്ന നിങ്ങൾ സ്കൂളിലേക്ക് എത്തുകയാണ്. പുതുതായി സ്കൂളിലെത്തുന്ന കുരുന്നുകളും ഈ കൂട്ടത്തിലുണ്ട്. സ്കൂളിലുണ്ടായിരുന്ന കൂട്ടുകാരെ അടുത്ത് കാണാൻ കഴിയുന്നതിലുള്ള സന്തോഷം, സ്കൂളിലെ കളിസ്ഥലങ്ങളിലേക്കും ക്ലാസ് മുറിയിലേക്കുമെല്ലാം വീണ്ടും എത്തിച്ചേരാൻ കഴിയുന്നതിലുള്ള സന്തോഷം, അതോടൊപ്പം പാഠപുസ്തകങ്ങളും യൂണിഫോമുകളുമെല്ലാം ഇതിനകം കിട്ടിയതിലുള്ള സന്തോഷം. ഇവിടെ ബാഗ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പല കുട്ടികളും പറയുന്നതായി ഞങ്ങളെല്ലാവരും കേട്ടു, എനിക്ക് ബാഗുണ്ട്, അപ്പോൾ ബാഗ് നേരത്തെ തന്നെ വാങ്ങിയെന്നർത്ഥം. വേറൊരു കുട്ടി പറഞ്ഞു, ഇത് എൻ്റെ ബാഗല്ല. അപ്പോൾ ശുദ്ധ മനസ്സോടെ അവർ കിട്ടിയതിങ്ങ് പോരട്ടെ എന്നല്ല, ഉള്ള കാര്യം പറയുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ ഞങ്ങൾക്ക് ബാഗുണ്ട്, പിന്നെ എന്തിനാണ് ബാഗ് എന്നാണ് ആ ചോദിച്ചതിൻ്റെ പൊരുള്. ഏതായാലും നല്ല രീതിയിൽ ആഘോഷിക്കാൻ, സന്തോഷിക്കാൻ സ്കൂളിൽ വരുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് കഴിയുകയാണ്. പാഠപുസ്തകങ്ങൾ, യൂണിഫോമുകൾ എല്ലാം ഇതിനകം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ നിരവധി സന്തോഷങ്ങളിലേക്ക്, ആഹ്ലാദങ്ങളിലേക്ക് നിങ്ങൾ ഇന്ന് ചുവടുവെക്കുകയാണ്. വീണ്ടും സ്കൂളിലേക്ക് എത്തുന്നവരുണ്ട്, ആദ്യമായി സ്കൂളിലേക്ക് എത്തുന്നവരുണ്ട്. എല്ലാവരെയും നിറഞ്ഞ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് പലവിധ സൗകര്യങ്ങളാണ് സ്കൂളുകളിൽ ഒരുക്കിയിട്ടുള്ളത്. നിങ്ങളുടെ ക്ലാസ് മുറികൾ ഹൈടെക് ആയിരിക്കുന്നു. അതോടൊപ്പം തന്നെ റോബോട്ടിക് കിറ്റുകൾ ലഭ്യമാകുന്ന നിലയും ഉണ്ടായിരിക്കുന്നു. വിജ്ഞാനത്തിനും വിനോദത്തിനും ഒട്ടേറെ ഉപാധികളുള്ള ഇടമായാണ് സ്കൂളുകൾ ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഇതിനെയെല്ലാം ഉപയോഗപ്പെടുത്തി ജീവിതത്തിൽ തന്നെ മുന്നേറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കട്ടെ. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം പരമപ്രധാനമായി കണ്ടുകൊണ്ടുള്ള നിലപാടാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത്
നാം സ്വീകരിച്ചിട്ടുള്ളത്. പുതിയ കാലവും പുതിയ ലോകവുമാണ്. അങ്ങനെ പുതിയ കാലത്തെയും ലോകത്തെയും നേരിടാൻ നമ്മുടെ കുട്ടികൾ പ്രാപ്തരായിരിക്കണം. ആ പ്രാപ്തി കുട്ടികളിൽ ഉണ്ടാക്കാൻ ഉതകും വിധത്തിലാണ് പൊതുവിദ്യാഭ്യാസ മേഖലയെ നമ്മുടെ നാട് ശക്തിപ്പെടുത്തിയിരിക്കുന്നത്. 13,000-നടുത്ത് വിദ്യാലയങ്ങളും 45 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളും 2 ലക്ഷത്തോളം അധ്യാപകരും 20,000-ലധികം അധ്യാപകേതര ജീവനക്കാരും അടങ്ങുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല. ആധുനിക കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ അടിസ്ഥാനമായി വർദ്ധിച്ചവയിൽ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയും ഉൾപ്പെടുന്നുണ്ട്. ഇതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ നാടിനുണ്ട് എന്നതാണ് നാം കാണുന്നത്. അതുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ തകർച്ച നേരിട്ട ഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് 2016 പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന രീതിയിൽ ഒരു മിഷൻ പ്രവർത്തനം ഈ രംഗത്ത് നാം ആരംഭിച്ചു. അത് കാത്തു സൂക്ഷിക്കുക മാത്രമല്ല, നവീകരിച്ച് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് പിന്നീട് ഓരോ വർഷവും നാം ശ്രമിച്ചത്. ഇവിടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് എല്ലാവരും സഹകരിച്ചുകൊണ്ടുള്ള, നാടാകെ ഒന്നായി ചേർന്നുകൊണ്ടുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അത് പൊതുവിദ്യാഭ്യാസ രംഗത്തെ സമൂലമായി മാറ്റുന്നതിനാണ് ഇടയാക്കിയത്. കേരളം കണ്ട നല്ല രീതിയിലുള്ള ഒരു ജനകീയ ക്യാമ്പയിനായി ഇത് മാറി. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും മാത്രമല്ല, അതൊരു സാമൂഹ്യ ഉത്തരവാദിത്വമാണ് എന്ന ബോധം പൊതുവെ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. അതിൻ്റെ തുടർച്ചയാണ് കോവിഡ് മഹാമാരിയുടെ കാലത്ത് നാം കണ്ടത്. പരീക്ഷാ നടത്തിപ്പിൻ്റെ ഉത്തരവാദിത്വം പോലും സമൂഹം, നാട് ഏറ്റെടുക്കുന്നതാണ് ആ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പരീക്ഷയ്ക്ക് കുട്ടികളെ എത്തിക്കാനും അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുമെല്ലാമുള്ള ജനകീയ കൂട്ടായ്മകൾ ആ ഘട്ടത്തിൽ രൂപപ്പെടുന്നത് നാം കണ്ടു. സർക്കാർ വിഭവങ്ങളും ജനകീയ മുൻകൈകളുമെല്ലാം സമന്വയിച്ച് മുന്നോട്ട് പോയി. നമ്മുടെ രാജ്യത്തെ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സിൽ കേരളം 1-ാം സ്ഥാനത്തെത്തിയത് ചെറിയ കാര്യമല്ല. ഇതൊക്കെ സാധ്യമാകും വിധം അക്കാദമിക് രംഗത്തും അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും വലിയ മുന്നേറ്റമാണ് നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞത്. കേരളത്തിലെ 973 സ്കൂളുകൾക്ക് കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് കിഫ്ബി മുഖേനയാണ് ലഭ്യമാക്കിയത്. 2000-ഓളം സ്കൂളുകളിൽ ഭൗതിക സൗകര്യ വികസനവും സാധ്യമാക്കി.
എയ്ഡഡ് വിദ്യാലയങ്ങൾക്കായി പ്രത്യേക ചാലഞ്ച് ഫണ്ടും ഇതോടൊപ്പം ലഭ്യമാക്കിയിരുന്നു. ഡിജിറ്റൽ ഡിവൈഡ് ഇത് ലോകമാകെ നേരിടുന്നൊരു പ്രശ്നമാണ്. എന്നാൽ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടികൾക്ക് വിവരസാങ്കേതിക വിദ്യാരംഗത്ത് തുല്യ അവസരങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടി നാം സ്വീകരിച്ചത്. 1.5 ലക്ഷത്തോളം ലാപ്ടോപ്പുകൾ, 70,000-ഓളം പ്രോജക്ടറുകൾ, 2,000-ഓളം റോബോട്ടിക് കിറ്റുകൾ, ഇതെല്ലാം നമ്മുടെ കേരളത്തിലെ സ്കൂളുകൾക്ക് ഇതിനകം ലഭ്യമാക്കിയിട്ടുണ്ട്. പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പാക്കുകയാണ്. നൈപുണ്യ വികസനത്തിനും സർഗശേഷി വികാസത്തിനും പിന്തുണ നൽകുന്ന തരത്തിൽ 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ച് അവയെല്ലാം കുട്ടികൾക്ക് ലഭ്യമാക്കുന്ന നിലയും സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഗവേഷണാത്മക പഠനം, ഈ ഗവേഷണാത്മക പഠനത്തിന് ടിങ്കറിംഗ് ലാബുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. സയൻസ് ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശാസ്ത്ര പാർക്കുകൾ സ്ഥാപിച്ചു. ശാസ്ത്ര കിറ്റുകൾ ലഭ്യമാക്കി. സർഗശേഷി വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് വായന ചങ്ങാത്തം, എഴുത്തുപച്ച, ബെഡിംഗ് റൈറ്റേഴ്സ് പ്രോഗ്രാം ഇവയെല്ലാം നല്ല രീതിയിൽ നടത്താൻ നമുക്ക് കഴിഞ്ഞു. കുട്ടികളിൽ പാരിസ്ഥിതികാവബോധം വളർത്തുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് ഈ കാലയളവിൽ 30,373 അധ്യാപകരെ നിയമിക്കുകയും ചെയ്തു. നമ്മുടെ കൂടെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ആവശ്യമായ തരത്തിൽ ശാസ്ത്രീയ വിദ്യാഭ്യാസ രീതികൾ പിന്തുടർന്നു വരികയാണ്. അവർക്ക് കായിക മികവ് പ്രകടിപ്പിക്കുന്നതിനുള്ള പ്രത്യേക കായിക പദ്ധതിയും രൂപീകരിച്ചിട്ടുണ്ട്. ഭിന്നശേഷി കുട്ടികൾക്ക് തടസ്സങ്ങളില്ലാതെ സ്കൂൾ ക്യാമ്പസുകൾ ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് അവയെ മാറ്റിയെടുക്കാനായി ബാരിയർ ഫ്രീ സ്കൂൾ പദ്ധതി നാം നടപ്പാക്കി വരികയാണ്. കേരളത്തിലെ ഏക ആദിവാസി ഗ്രാമമാണ് ഇടമലക്കുടി. അവിടുത്തെ കുട്ടികൾക്ക് പഠന സൗകര്യമൊരുക്കുന്നതിനായി പഠിപ്പുറസി പദ്ധതി നടപ്പിലാക്കി വരുന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയെ എത്രമാത്രം കരുതലോടെയാണ് നമ്മുടെ നാട് കാണുന്നത് എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ഇതെല്ലാം. വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പ്രധാന ചുമതലക്കാരായി പ്രവർത്തിക്കുന്ന അധ്യാപകർ നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നല്ല രീതിയിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് അത്തരം നേട്ടങ്ങൾ നേടുന്നതിൽ സുപ്രധാനമായ പങ്കാണ് അധ്യാപകർ വഹിച്ചിട്ടുള്ളത്. എന്നാൽ അതോടൊപ്പം എല്ലാമായി എന്ന് നാം കരുതരുത്. ചില കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകൽ തന്നെയാണ്.
അത് പാഠപുസ്തകങ്ങളിലെ അറിവുകൾ മാത്രമല്ല, നമ്മുടെ സമൂഹത്തെപ്പറ്റി, ലോകത്തെപ്പറ്റി, പ്രകൃതിയെപ്പറ്റി എല്ലാമുള്ള അറിവ് കുട്ടികൾക്ക് പകർന്നു നൽകാൻ കഴിയണം. കുട്ടികൾക്ക് അറിവ് സമ്പാദിക്കാൻ നിരവധി മാർഗങ്ങൾ ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം പറഞ്ഞു കൊടുത്താൽ മാത്രമേ പഠിക്കൂ എന്ന നിലയല്ല. പക്ഷേ അത്തരം കാര്യങ്ങളിൽ ശരിയായ വഴികാട്ടിയായി നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ലോകവിജ്ഞാന ഘടനയിലുണ്ടാകുന്ന ഏതൊരറിവും നമ്മുടെ ക്ലാസ് മുറികളിലേക്ക് എത്തിക്കാനും അത് സ്വാംശീകരിക്കാനും കഴിയും വിധം അധ്യാപകർ തയ്യാറാവേണ്ടതായിട്ടുണ്ട്. പുതിയ അറിവുകൾ പകർന്നു നൽകുന്ന ജേണലുകൾ അതെല്ലാം പരിശോധിച്ച് കുട്ടികൾക്ക് പുത്തൻ അറിവ് പകർന്നു നൽകുന്നത് അധ്യാപന ജീവിതത്തിൻ്റെ ഭാഗമായി കരുതണം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടങ്ങൾ നാം കൈവരിച്ചപ്പോൾ തന്നെ ചില വിഷയങ്ങളിൽ നാം പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ അതും ഗൗരവമായി കാണേണ്ട കാര്യമാണ്. ശാസ്ത്ര വിഷയങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗം വലിയ തോതിൽ മികവുറ്റതായിരുന്നിട്ടും ലോകോത്തരമെന്ന് ചൂണ്ടിക്കാട്ടാൻ ഉതകുന്ന ശാസ്ത്ര പ്രതിഭകളെ നമുക്ക് വേണ്ടത്ര വാർത്തെടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നത് സ്വയംവിമർശനപരമായി പരിശോധിക്കേണ്ട കാര്യമാണ്. ഇത് സർക്കാരും വിലയിരുത്തുന്നുണ്ട്. അധ്യാപകരും അത് ഗൗരവമായി പരിശോധിക്കണം. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഗണിതശാസ്ത്ര മേഖലയിൽ നാം ഇനിയും മുന്നേറേണ്ടതായിട്ടുണ്ട് എന്നാണ്. ഏറ്റവും മികച്ച രീതിയിലുള്ള മേഖലയാക്കി മാറ്റുന്നതിനുള്ള ഇടപെടൽ എല്ലാ തലങ്ങളിലും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷനും BEdും സെറ്റുമൊക്കെ കിട്ടിയാൽ എല്ലാമായി എന്ന ധാരണ ഉണ്ടാകരുത്. അനുദിനം ലോകം മാറുകയാണ്. ഫിസിക്സ് എന്ന വിഷയം പഠിപ്പിക്കുമ്പോഴും അതിൻ്റെ ഉപശാഖകൾ ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യമുണ്ടാവണം. ആസ്ട്രോഫിസിക്സായും ക്വാണ്ടം ഫിസിക്സായും നാനോ ഫിസിക്സായുമെല്ലാം അത് വിവിധ ശാഖകളായി പിരിയുന്നു. എത്ര അധ്യാപകർക്ക് ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായ ബോധ്യമുണ്ട് എന്നത് അവർ തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ്. സ്വയം നവീകരിക്കാനുള്ള എല്ലാ പിന്തുണയും സർക്കാർ നൽകുമെന്നതാണ് ഇവിടെ പറയാനുള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനം ഇത്തരം കാര്യങ്ങളിൽ അധ്യാപകർ കൂടി മനസ്സ് വെക്കുക എന്നതാണ്. ശാസ്ത്രാവബോധം വളർത്തുക എന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. നമുക്ക് എത്രത്തോളം അതിൽ വിജയിക്കാനായി എന്നത് ഗൗരവമായി പരിശോധിക്കാൻ നാം ശ്രദ്ധിക്കണം. ശാസ്ത്രചിന്തയോടൊപ്പം വളരേണ്ട ഒന്നാണ് മാനവികതാബോധം. ശാസ്ത്രത്തിന് മനുഷ്യൻ്റെ കണ്ണ് കെട്ടാനും കണ്ണ് തുറപ്പിക്കാനും കഴിയും. മഹാമാരികൾക്കെതിരായ വാക്സിൻ വികസിപ്പിച്ചപ്പോൾ അത് മനുഷ്യൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന കാഴ്ച നാം കണ്ടു. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചുകൊണ്ട് അത് മനുഷ്യത്വത്തിൻ്റെ കണ്ണ് കെട്ടുന്ന കാഴ്ചയും നാം കണ്ടത്. നമുക്ക് വേണ്ടത്
ആദ്യത്തേതാണ്. മനുഷ്യൻ്റെ കണ്ണു തുറപ്പിക്കുന്ന മാനവികതയോട് കൂറുപുലർത്തുന്ന ശാസ്ത്രചിന്ത, ആ നിലയിലേക്ക് കുട്ടികളെ വളർത്തിയെടുക്കാൻ അധ്യാപകർക്ക് കഴിയണം. മാതൃഭാഷാ വിദ്യാഭ്യാസത്തെക്കുറിച്ചുകൂടി നാം ഗൗരവമായി കാണേണ്ടതാണ്. മാതൃഭാഷാ വിദ്യാഭ്യാസം ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അറിവാർജിക്കാൻ സഹായിക്കുന്നതോടൊപ്പം തന്നെ സാമൂഹികമായ ഇടപെടലുകൾ കൂടി നടത്താൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ പാഠ്യപദ്ധതിയിലും ബോധന സമ്പ്രദായത്തിലുമെല്ലാം പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സമഗ്രമായി മെച്ചപ്പെടുത്തുകയാണ്. മാറുന്ന കാലത്തിനനുസരിച്ച് കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകണം എന്നതാണ് നാം ആഗ്രഹിക്കുന്നത്. അധ്യാപകർക്കും വിദ്യാഭ്യാസ രംഗത്തിനാകെയും സ്വയം നവീകരണത്തിൻ്റെയും കുട്ടികൾക്ക് മികച്ച പഠനത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് ഈ പ്രവേശനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. വർഷത്തെ അക്കാദമിക് കലണ്ടർ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിനെ സാദരം ക്ഷണിക്കുന്നു. കലണ്ടർ ഏറ്റുവാങ്ങാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ ഷാനവാസ് എസ് IAS ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു.